ഹായ് ഫ്രണ്ട്സ്, ബൈജു സ്റ്റോറിയാണ്. ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇരേപുരം കാക്കത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അതിശക്തമായ കാറ്റിൽ അഞ്ചുതെങ്ങ് സ്വദേശികളായ രണ്ടുപേർ മത്സ്യത്തൊഴിലാളികൾ വന്ന വള്ളം മറിയുകയും അതിൽ രണ്ടാളും രക്ഷപ്പെടാൻ കരക്കടിയുന്ന സമയത്ത് ഒരാളുടെ കൈവിട്ട് മറ്റൊരാൾ കടലിലേക്ക് പോയി മരണപ്പെടുകയും എന്നാൽ കൂടെ വന്ന സുഹൃത്ത് കരയ്ക്ക് നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിന്റെ കുറേ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. കടല് വളരെ ശോഭിച്ചിരിക്കുന്ന സമയമാണ്. ഏതായാലും വെളുപ്പിനുണ്ടായ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് ഈ അപകടം. ഇതിൽ ഒരാൾ മരണപ്പെടുകയും 5 സ്വദേശി നീന്തി കരക്കടിയുകയും ചെയ്തു. രണ്ടാളും നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് ഒരാൾ മരണപ്പെട്ടത്. കാക്കത്തോപ്പ് പ്രദേശവാസികളായ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ദൗത്യമാണ് ഈ രണ്ടാളെ രക്ഷപ്പെടുത്താൻ നീന്തി കയറി വരുന്ന ആളെ കണ്ടുകൊണ്ട് ഇവർ കടലിലേക്ക് ചാടുകയും എന്നാൽ ദൗർഭാഗ്യവശാൽ മറ്റൊരാളുടെ കൈവെടുതി ഒരാൾ കടലിലേക്ക് പോവുകയും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും. ഏതായാലും അവർ അത് കണ്ട് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് രക്ഷപ്പെടുത്താൻ ഒരാളെങ്കിലും കഴിഞ്ഞു. ആ ഒരു സന്തോഷമാണ്. എന്തായാലും ഇതിൽ നടന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ മാർക്കം വർഗീസേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം പറയുന്നത് ജസ്റ്റ് ആണ് കണ്ടത്. ആദ്യം വള്ളം കമന്ന് നടക്കുന്നതാണ് കണ്ടത്. പിന്നെ ആളുകളെ കണ്ടില്ലായിരുന്നു. അപ്പം അവിടെ കടലില്ലേ, ഓക്കെ. അപ്പം പെട്ടെന്ന് ഒരു അവിടെ നിന്ന് നമ്മുടെ രണ്ട് തല കാണുന്നു പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇവര് ഫ്ലോട്ടിൽ എന്ന് വെച്ചാൽ വലയുടെ ഫ്ലോട്ട് തന്നെ എടുത്തിട്ട് അതിന് രക്ഷപ്പെട്ട കിടക്കുന്നത്. അപ്പൊ കടല് വലിച്ച് കൊണ്ടുവരെ ഇങ്ങോട്ട് അവര്. ഓക്കെ. അങ്ങനെ നേരെ പുലിമുണ്ട സൈഡിൽ വന്ന് ഇവർ കരയ്ക്ക് എത്തി. ഇവിടുന്ന് കയറുമായിട്ട് പെട്ടെന്ന് അപ്പൊ നമുക്ക് ചെറിയ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് അപ്പൊ ആൾക്കാർ ജസ്റ്റ് ആളെ ഓടി വരുന്നുള്ളൂ. എല്ലാവരും ഉണ്ട്, ആൾക്കാർ പെട്ടെന്ന് ഇറങ്ങി വരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ സമയത്തുള്ള ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് ഫോൺ മാറ്റി കളഞ്ഞിട്ടാണ് ഞങ്ങള്. അപ്പൊ പുലിമുണ്ട സൈഡിൽ വന്നതിന് ശേഷം രണ്ടുപേരും ആ ഫ്ലോട്ടിൽ പിടിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പം അതിനുശേഷം പുലിമുട്ട സൈഡിൽ രണ്ടുപേരും വന്ന് തിര നല്ല രീതിയിൽ അടിച്ചതിന് ശേഷം ഒരാൾ തെറിച്ച് പുലിമുട്ട വലത് സൈഡിലോട്ട് പള്ളിയോട് ചേർന്ന് കാക്കത്ത് പള്ളിയോട് ചേർന്ന് മാറി പോവുകയും മറ്റാള് മിസ്സാവുകയും ചെയ്തു. താങ്ക് യു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഏതായാലും ഇത്രയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിലും ഏറ്റവും വലുത് നമ്മൾ ഒരാളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്ത ദൃശ്യത്തിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ദൃശ്യമാണ് വള്ളം മറിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത്. ഒപ്പം നമ്മൾ ഈ അടുത്ത സ്റ്റില്ലിൽ കാണുന്ന ഇദ്ദേഹമാണ് 5 സ്വദേശി രക്ഷപ്പെട്ടു വന്നു എന്ന് പറയുന്നത്. നമ്മളിപ്പോ കാണുന്നത് മത്സ്യത്തൊഴിലാളികളെ സഹോദരങ്ങള് ആ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട വള്ളം കഷ്ടപ്പെട്ട് കരയ്ക്ക് അടുപ്പിക്കുന്ന ഒരു സീനാണ്. ഇവരുടെ പ്രയാസപ്പെട്ട വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയുന്നത് കോസ്റ്റൽ ഗാർഡിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ സഹായങ്ങളും ഇവർക്ക് കിട്ടിയിട്ടില്ല. അപകടം സംഭവിച്ച സമയം മുതൽ നിരന്തരം കോസ്റ്റൽ ഗാർഡിനെ ബന്ധപ്പെട്ടു, എന്നാൽ അവരിൽ നിന്ന് യാതൊരു സഹായങ്ങളും എത്തിച്ചേർന്നിട്ടില്ല. വെളുപ്പിന് 3 മണിക്കുണ്ടായ കാറ്റിലാണ് ഈ അപകടം സംഭവിച്ചത്. ഈ വിശുദ്ധ അൽഫോൻസാമ്മ എന്ന വള്ളം വെളുപ്പിന് 3 മണിക്കുണ്ടായ കാറ്റപകടത്തിലാണ് ഇത് പൂർണ്ണമായിട്ട് തകരുകയും ഇതിലുണ്ടായിരുന്ന ഒരാൾ മരണപ്പെടുകയും 5 സ്വദേശി നീന്തി കരക്ക് കയറുകയും ചെയ്തു. ഏതായാലും വള്ളം പൂർണ്ണമായിട്ട് തകർന്ന് വലയും കാര്യങ്ങളും ഒക്കെ പോയി. അതിന്റെ എഞ്ചിനും മോട്ടറും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിലെത്തുകയും എഞ്ചിൻ എവിടെയാണ് എഞ്ചിൻ ആ പാറപ്പുറത്ത് എഞ്ചിൻ അവിടെ ഉടക്കിയിരിക്കുകയാണ്. ഏകദേശം ഞാൻ അതിന്റെ അടുത്തെത്തിയില്ലെങ്കിലും ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ തകർന്ന എഞ്ചിന്റെ കൈയാണ് ഈ മുകളിൽ കയറിയിരിക്കുന്നത് കേട്ടോ. കടല് ശോഭിച്ച് നിൽക്കുകയാണ്, അടുത്തേക്ക് പോകാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമ്മൾ അടുത്ത് നിന്നാണ് കാണിക്കുന്നത്. ആ എഞ്ചിൻ തകർന്നിട്ട് അതിന്റെ മോൾഭാഗമാണ് ആ കല്ലിന്റെ പുറത്ത് കയറിയിരിക്കുന്നത്, വലയായിട്ട് ചുറ്റിയിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ട പാറപ്പുറത്തിരിക്കുന്ന കൈ എന്ന് പറയുന്നത് ഈ മിഷ്യന്റെ ഒരു ഭാഗമാണ്. ഈ മിഷ്യനാണ് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞ് കിടക്കുന്നത്. ഇതിനോടൊപ്പം മറ്റു മിഷ്യൻ കൂടി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ആ മിഷ്യൻ കടലിൽ പോയി തിരിച്ച് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവർക്ക് ഇതിൽ മേലുണ്ടായിരിക്കുന്നത്. ഞാനൊരു മനസ്സിലാണ്. ഞാൻ ഇന്നലെ കടലിൽ പോകണം. രാത്രി 1 മണിക്ക് മുമ്പ് ഞാൻ കരകറി വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ട് രാവിലെ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. പക്ഷെ നാളെ ഒരു ആവത്ത് എനിക്കും വരും, മറ്റുള്ള മനസ്സിലായിരിക്കും വരും. അതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളോടാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു ദയവായിട്ട് എല്ലാം കര എത്തിച്ചത്. ഈ വള്ളത്തെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി ദയവായിട്ട് ആ വല ചിറ്റിന്നുണ്ടെങ്കിൽ ഇഞ്ചൻ കിട്ടുക, അല്ലെങ്കിൽ ഇഞ്ചൻ നമുക്ക് കിട്ടത്തില്ല. അത് സ്റ്റാൻഡ് ഒടിഞ്ഞ് പകുതി വള്ളത്തിരിക്കുന്നത്, പകുതി ഇഞ്ചൻ വേറെ വല ചിറ്റി കിടന്നാണ്. ഇഞ്ചൻ സ്റ്റാൻഡ് പോലും ഇല്ല, ഇഞ്ചൻ മൊത്തം സ്റ്റാൻഡ് ഒടിഞ്ഞ് വള്ളത്തിരിക്കുക. ഇത് ഇടയ്ക്ക് ഈ വലയിലൊക്കെ ചിറ്റി ചെയ്തതിന്റെ പേരിൽ നമുക്ക് സ്റ്റാൻഡ് കിട്ടി, വലയും കിട്ടി, കുറഞ്ഞ വലയും കിട്ടി, എല്ലാം കിട്ടി, ഇഞ്ചൻ കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചൻ കിട്ടത്ത പോലും ഇല്ല. ഒറ്റ ഇഞ്ചൻ കിട്ടിയുള്ളൂ ഇതുവരെ.
വെളുപ്പിന് 3 മണിക്കാണ് ഒരു 10 കടലെടുത്താണ് അവർക്ക്. അപ്പൊ രണ്ടുപേരും നീന്തി വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ കര കയറുന്നതിന് മുന്നേ ഒരാള് മരണപ്പെട്ടു, ഒരാളെ രക്ഷപ്പെടുത്തി. പക്ഷെ അവർ 7-8 മറ്റേ കട ബോഡി കിട്ടി, അവർ ഓമൽസ്യം കൊണ്ടുപോയി. പിന്നെ വള്ളം വല ഉടക്കി അവിടെ നിന്നതാണ്. പക്ഷെ ഒരു 11 മണിയോളം വള്ളം ഒഴുകി വന്നു. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും സഹായിച്ചു, വള്ളം കര കയറ്റി. പക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കും. ഇഞ്ചിനൊക്കെ ഒടിഞ്ഞു പോയി ഏറെ പോയിരിക്കുകയാണ്. നമ്മളെ ആവുന്നത് നമ്മൾ ചെയ്തു. വള്ളം പരമാവധി നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ വള്ളം ഇനിയും മേളിക്കാണ്, കടൽ വലിക്കുന്നുണ്ട്. ഇനിയും പരമാവധി നമ്മൾ മേളിക്കാനായിട്ട് ആൾക്കാരെ വിളിച്ച് ജയം ബ്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ചെയ്ത് സഹകരണത്തോടെ എല്ലാം മേടി കയറ്റാൻ നോക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സഹോദരങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് വളരെ നന്ദി അവരോട് തന്നെ അറിയിക്കാം. ഒപ്പം ഈ വള്ളം കരക്കടിക്കാൻ ഇവരുടെ പരിശ്രമവും ഒരു ജീവനെയും അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഈ മത്സ്യത്തൊഴിലാളികൾ കാക്കത്തോപ്പ് പ്രദേശവാസികളോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ദൗത്യം നിർവഹിച്ച ഇവരോട് ഒരു ബിഗ് സല്യൂട്ട് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം ഞാൻ നിർത്തുന്നു.